സ്വകാര്യ വാഹനങ്ങൾ അനധികൃതമായി ഉപയോഗിക്കുന്നത് സംബന്ധിച്ച് അടുത്ത കാലത്ത് മോട്ടോർ വാഹന വകുപ്പിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ച ഒരു വീഡിയോയ്ക്ക് ഒരു വിശദീകരണമാണ് നൽകാൻ ഉദ്ദേശിക്കുന്നത്. സ്വകാര്യ വാഹനങ്ങൾ സ്വകാര്യ വ്യക്തികൾക്ക് വേണ്ടി നൽകിയിട്ടുള്ള വാഹനങ്ങളാണ്. അവ മറ്റൊരാൾക്ക് പ്രതിഫലത്തിനോ വാടകയ്ക്കോ നൽകുകയാണെങ്കിൽ നിയമപരമായി ആ വാഹനത്തിന് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുകയില്ല. മാത്രമല്ല, മോട്ടോർ വാഹന വകുപ്പ് സെക്ഷൻ 66 വയലേഷനും 56 വയലേഷനുമാണ്. 66 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാഹനം മറ്റൊരാൾ വാടകയ്ക്കോ പ്രതിഫലത്തിനോ ഉപയോഗിക്കുമ്പോൾ അതിന് പെർമിറ്റ് ഉണ്ടായിരിക്കണം. അതുപോലെ 56 അനുസരിച്ച് ഇപ്രകാരമുള്ള ട്രാൻസ്പോർട്ട് വാഹനമായി ഉപയോഗിക്കുമ്പോൾ അതിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. ഇതുകൂടാതെ ഈ വാഹനത്തിന് ഇൻഷുറൻസ് പരിരക്ഷയും ലഭിക്കുന്നതല്ല. കൂടാതെ 192 സെക്ഷൻ 192A പ്രകാരം ഈ ഒരു സ്വകാര്യ വാഹനം വാടകയ്ക്കോ പ്രതിഫലത്തിനോ ഉപയോഗിക്കുന്നതായി തെളിഞ്ഞു കഴിഞ്ഞാൽ ആ വാഹനത്തിനെതിരെ പെർമിറ്റ് ഇല്ലാത്തതിനും ഫിറ്റ്നസ് ഇല്ലാത്തതിനും കൂടാതെ ഇപ്രകാരം വാഹനങ്ങൾ ദുരുപയോഗം ചെയ്യുന്നതായി തെളിഞ്ഞു കഴിഞ്ഞാൽ മോട്ടോർ വാഹന വകുപ്പ് സെക്ഷൻ 53 അനുസരിച്ച് വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ റദ്ദാക്കാനും വകുപ്പുണ്ട്. ഇത് സംബന്ധിച്ച് വളരെ വ്യക്തമായി ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഒരു വിധി 1967 തന്നെ ഇറക്കിയിട്ടുള്ളതാണ്. ഇതിലെ പ്രധാന ഒരു ഉദ്ദേശമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വകാര്യ വാഹനങ്ങൾ സ്വകാര്യ വ്യക്തികൾക്ക് മാത്രവും ടാക്സി പ്രസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉടമയും ഒരു ഡ്രൈവറും അതുകൊണ്ട് ജീവിക്കുന്നവരുമാണ്. ടാക്സി വാഹനങ്ങളാണ് ഏറ്റവും അധികമായിട്ട് നമുക്ക് റോഡിൽ ആവശ്യമുള്ളത്. കാരണം റോഡിലെ ഏറ്റവും അധികം മോട്ടോർ വാഹന വകുപ്പിനെയും പോലീസിനെയും സഹായിക്കുന്നത് ഓട്ടോറിക്ഷ ഡ്രൈവർമാർ, ടാക്സി ഡ്രൈവർമാർ തുടങ്ങിയ വ്യക്തികളാണ്. എവിടെയെങ്കിലും ഒരു അപകടം നടന്നു കഴിഞ്ഞാൽ, ഒരു സ്വകാര്യ വാഹനം വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനാണ് ശ്രമിക്കുന്നത്. അതേസമയം ഒരു ടാക്സി ഡ്രൈവറോ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറോ അവിടെ വന്നു കഴിഞ്ഞാൽ ആദ്യം മോട്ടോർ വാഹന വകുപ്പിനും ആംബുലൻസിനെ എല്ലാം ഇൻഫോം ചെയ്യുന്നത് ഈ വ്യക്തികളായിരിക്കും. ഇതുകൂടാതെ അടുത്ത കാലത്ത് കണ്ടുവരുന്ന ഒരു പ്രവണത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള സംസ്ഥാനത്തിൻ്റെ അതിർത്തി പ്രദേശങ്ങളിലുള്ള റിസോർട്ട് ഉടമകൾ അവരുടെ പേരിൽ വാഹനം രജിസ്റ്റർ ചെയ്ത് ആ റിസോർട്ടുകളിൽ വരുന്ന അവരുടെ കസ്റ്റമേഴ്സിന് ഈ വാഹനം വാടകയ്ക്ക് കൊടുക്കുന്നതായി കാണുന്നു. ഇതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിർത്തി പ്രദേശത്തുള്ള റിസോർട്ടാകുമ്പോൾ മറ്റ് അന്യ സംസ്ഥാനത്തേക്ക് പോകുവാൻ ഈ സ്വകാര്യ വാഹനങ്ങളെ പരിശോധന കുറവായിരിക്കും. തന്മൂലം ഇവർക്ക് ഫിറ്റ്നസ്സോ പെർമിറ്റോ ആവശ്യമില്ലാതെ വരുന്നു. എന്നാൽ മറ്റൊരു സംസ്ഥാനത്ത് പോയി ഈ വാഹനം ഒരു അപകടത്തിൽപ്പെട്ട് കഴിഞ്ഞാൽ അപകടത്തിൻ്റെ ഇൻഷുറൻസ് പരിരക്ഷ ഇവർക്ക് ലഭിക്കുന്നതല്ല. കൂടാതെ റെൻ്റേ കാർ എന്ന് ഇത് കാണുന്നുണ്ട്. അടുത്ത കാലത്ത് പത്രങ്ങളിൽ വരെ പരസ്യം കൊണ്ട് റെൻ്റേ കാർ എന്ന വാക്ക് തന്നെ നിയമവിരുദ്ധമാണ്. റെൻ്റേ ക്യാബാണ്. ക്യാബ് എന്ന് പറഞ്ഞാൽ ടാക്സിയാണ്. അങ്ങനെയുള്ള ടാക്സി വാഹനങ്ങൾ മാത്രമേ വേറൊരു വ്യക്തിക്ക് വാടകയ്ക്ക് ഡ്രൈവർ ഇല്ലാതെ വാടകയ്ക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള വാഹനങ്ങളെ നമുക്ക് റോഡിൽ കണ്ടാൽ തിരിച്ചറിയാനുള്ള ഏറ്റവും എളുപ്പമാർഗം കറുത്ത പ്രതലത്തിൽ മഞ്ഞ അക്ഷരത്തിൽ രജിസ്ട്രേഷൻ നമ്പർ പ്രദർശിപ്പിച്ചിരിക്കുന്ന വാഹനമാണ് റെൻ്റേ ക്യാബ്. അപ്പോൾ ഏത് വിധേനയും ഈ സ്വകാര്യ വാഹനങ്ങൾ അനധികൃതമായി വാടകയ്ക്ക് കൊടുക്കുന്ന പ്രവണത ഒഴിവാക്കാൻ വേണ്ടിയാണ് മോട്ടോർ വാഹന വകുപ്പ് ഈ ടാക്സി ഓട്ടോറിക്ഷ തൊഴിലാളികളുമായി സഹകരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അവർ തരുന്ന ഇൻഫർമേഷൻ, ഏറ്റവും നല്ല ഇൻഫോമേഴ്സ് അവരാണ്. അപ്പം നമുക്ക് റോഡിലെ ഏറ്റവും നല്ല CCTV എന്ന് തന്നെ നമുക്ക് പറയാം. അവർ നൽകുന്ന ഇൻഫർമേഷൻ അനുസരിച്ച് നമ്മൾ വാഹനങ്ങൾ പരിശോധിക്കുകയും അങ്ങനെ നടന്ന ഒരു പരിശോധനയാണ് നമ്മൾ അടുത്ത കാലത്ത് വീഡിയോയിൽ കണ്ടത്. ഇപ്രകാരമുള്ള സാഹചര്യത്തിൽ സ്വന്തം വാഹനമില്ലാത്തവർ നിയമപ്രകാരം ഉള്ള ടാക്സി കാർ, റെൻ്റ് ക്യാബ് എന്നിവ ഉപയോഗിക്കുക, മോട്ടോർ വാഹന നിയമങ്ങൾ പാലിക്കുക, തെറ്റായ പ്രചരണങ്ങൾ നടത്താതിരിക്കുക. ഇതായിരിക്കും ജനങ്ങളുടെയും വാഹനം ഉപയോഗിക്കുന്നവരുടെയും സുരക്ഷയ്ക്ക് ഏറ്റവും അഭികാമ്യം.